से देखे हैं शजर चलते, आपके इशारे से देखे हैं बिस्मिल्लाहि अलीमिल कुदरति वश्शान शदीदिल बत्शी वल बुरहान हाफिज़ुद्दीन वल कुरआन बिस्मिल्लाहि मा शा अल्लाहु कान बिस्मिल्लाहि मा शा अल्लाहु कान बिस्मिल्लाहि मा शा अल्लाहु कान वमा लम यशा लम यकुन ला हौला वला कुव्वता इल्ला बिल्लाह अलैहि तवक्कलतु व इलैहि उनीब रब्बि इश्रह ली सदरी व यस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली या रब्बि बिल मुस्तफ़ा बल्लिग़ मक़ासिदना वअफ़िर लना मा मज़ा या वासिअल करमी। ബഹുമാന്യരായ പണ്ഡിതന്മാർ, നല്ലവരായ സഹോദരങ്ങളെ, സഹപ്രവർത്തകർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ കർമ്മങ്ങളെ അവൻ ഇഷ്ടപ്പെട്ട അമലുകളായി സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാമിക സംസ്കൃതിയുടെ ഒരുപാട് പൈതൃകങ്ങൾ പെയ്തിറങ്ങുന്ന ഈ ചാലിയം, നൂറ്റാണ്ടുകളുടെ സംസ്കാരവും ഇസ്ലാമിക സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വികാരവും തുടിച്ചു നിൽക്കുന്ന ഈ പ്രദേശം, മഹാരഥന്മാരായ ആലിമീങ്ങളും സയ്യിദന്മാരും നടന്നു നീങ്ങിയ ഈ പ്രദേശം, ഔലിയാക്കളും അഖ്താബുകളും ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം, ആ പ്രദേശത്ത് ഇസ്ലാമിക സമൂഹം ഒത്തുകൂടിയിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് ബറക്കത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രാസ്ഥാനികമായി, ആദർശപരമായി, ആശയപരമായി ഞങ്ങളോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരും ഈ ശബ്ദം കേൾക്കുന്നവരിലുണ്ടാവും. വിവിധ മതസ്ഥരും മതമില്ലാത്തവരുമുണ്ടാവും. മുഴുവൻ ആളുകളും മനുഷ്യർ എന്ന വീക്ഷണത്തിൽ ഒരുപോലെയാണ് എന്നതുകൊണ്ട് ഇസ്ലാം മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ സൃഷ്ടാവ് അനുവദിച്ചു തന്ന ജീവിത പദ്ധതിയാണ് എന്ന കാരണം കൊണ്ട് നിഷ്പക്ഷമായി നമ്മുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുകയും സത്യസന്ധമാണെന്ന് ബോധ്യപ്പെടുന്നവ മാത്രം അംഗീകരിക്കുകയും അബദ്ധങ്ങൾ തിരുത്തിത്തരുകയും ചെയ്യണമെന്ന ആമുഖത്തോടെ വളരെ ചുരുക്കി ഏതാനും കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിലോകം, ഈ ഭൂമിലോകം കേവലം ഒറ്റപ്പെട്ട ഗോളമല്ല. ഈ ഭൂമിലോകത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ചന്ദ്രഗോളമടക്കം നമ്മുടെ അയൽവാസികളായി ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചൊവ്വയും വ്യാഴവും നെപ്റ്റ്യൂട്ടനും ശനിയുമടക്കം വിശാലമായ ഒട്ടുവളരെ ഗ്രഹങ്ങളുടെ സംഗമ ഭൂമിയാണ് ഈ അനന്തമായ പ്രപഞ്ചമെന്ന് പറയുന്നത്. സൗരയൂഥ കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സിയും ഗാലക്സി കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന മിൽക്കിവേയുമടക്കം അനന്തമായ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ, മതമുള്ളവരും മതമില്ലാത്തവരുമായ സഹോദരങ്ങൾ ഈ ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്തണം. നിങ്ങൾ നിൽക്കുന്ന ഭൂമിയും ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥ കുടുംബവും സൗരയൂഥ കുടുംബം ഉൾക്കൊള്ളുന്ന ഗാലക്സി കുടുംബവും ഗാലക്സി ഉൾക്കൊള്ളുന്ന അനന്തമായ ഈ പ്രപഞ്ചവും എങ്ങനെയുണ്ടായി?
ഒരുപാട് നിഗമനങ്ങൾ ചരിത്രത്തിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലേറ്റസ്റ്റായി നിലനിൽക്കുന്ന 3 പ്രധാനപ്പെട്ട മറുപടികളുണ്ട് ശാസ്ത്രത്തിന്. ഒന്നാമത്, ഈ കാണുന്ന അനന്തമായ പ്രപഞ്ചം വിശാലമായൊരു ശൃംഖായിരുന്നു, ഒരു വലയമായിരുന്നു. ആ വലയത്തിനകത്ത് ഒരുപാട് പദാർത്ഥങ്ങൾ വായുരൂപത്തിലുണ്ടായിരുന്നു. വായുരൂപത്തിലുണ്ടായിരുന്ന ആ പദാർത്ഥങ്ങൾക്കിടയിൽ യാദൃച്ഛികമായി ഒരു ചലനമുണ്ടായി. ആ ചലനത്തിന്റെ ഫലമായി വായുരൂപത്തിലുള്ള പദാർത്ഥങ്ങൾ ചെറിയ ഗോളങ്ങളായി രൂപാന്തരപ്പെട്ടു. അതൊന്നു ശരിയും, മറ്റൊന്ന് വ്യാഴവും, മറ്റൊന്ന് ചൊവ്വയും, മറ്റൊന്ന് നെപ്റ്റ്യൂട്ടനും ഒക്കെയായി പരിണമിച്ചു. അങ്ങനെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഭൂമി ലോകമുണ്ടായത് എന്ന് ഒരഭിപ്രായമുണ്ട്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഈ അനന്തമായ പ്രപഞ്ചം അനാദിയായിരുന്നു. ഇല്ലാത്തൊരു കാലഘട്ടം അതിന് കഴിഞ്ഞുപോയിട്ടേ ഇല്ല എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. മൂന്നാമതൊരു വിഭാഗം, ലോകത്തോട് ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാര് പറയുന്നത് അനന്തമായി പ്രപഞ്ചം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഗോളമായിരുന്നു. ആ ഗോളത്തിനകത്ത് യാദൃച്ഛികമായൊരു പൊട്ടിത്തെറിയുണ്ടായി. ആ പൊട്ടിത്തെറിയുടെ പരിണാമമായി ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ആ കാണുന്ന ഗോളം കഷ്ണങ്ങളായി ചിതറി വീണു. ആ ചിതറി വീണത് നെപ്റ്റ്യൂട്ടനും ശനിയും വ്യാഴവുമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെയാണ് സൗരയൂഥ കുടുംബവും പ്രപഞ്ചവും ഉണ്ടായത്. ഈ 3 മറുപടികളും മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു സൃഷ്ടാവിന്റെ ആവശ്യം നമുക്ക് കടന്നു വരുന്നുണ്ടോ എന്നാണ്. വളരെ നിഷ്പക്ഷമായി സാവധാനം എന്റെ പ്രസംഗം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആമുഖമായി അപേക്ഷിക്കും. ഞങ്ങളോട് യോജിക്കുവാനും വിയോജിക്കുവാനുമുള്ള അവകാശം അനുവദിച്ചു തന്നുകൊണ്ടാണ് ഞാൻ എന്റെ പ്രസംഗത്തിലേക്ക് കടക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ആദ്യത്തെ മറുപടിയിലേക്ക് നമുക്ക് കടന്നു വരാം. അനന്തമായ ഈ പ്രപഞ്ചം പദാർത്ഥ രൂപത്തിലുള്ള വായു രൂപത്തിലുള്ള പദാർത്ഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശൃംഖായിരുന്നു. ആ ശൃംഖിനകത്ത് യാദൃച്ഛികമായി ഒരു ചലനമുണ്ടായി. ആ ചലനത്തിന്റെ ഫലമായിട്ടാണ് വിവിധ രൂപത്തിൽ രൂപാന്തരപ്പെട്ട് ഗോളങ്ങളായി സൗരയൂഥ കുടുംബം ജനിച്ചത് എന്ന് പറയുന്നവരോട് നമുക്കൊരു ക്വസ്റ്റ്യനുണ്ട്. ആ പദാർത്ഥ രൂപത്തിലുള്ള ശൃംഖുണ്ടായിരുന്നല്ലോ, അതിനകത്ത് എങ്ങനെയാണ് ആദ്യത്തെ ചലനമുണ്ടായത്? ആ ചലനത്തിന്റെ കാരണമെന്താണ്? അതിന്റെ സൃഷ്ടാവാരാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ പദാർത്ഥ രൂപത്തിലുള്ള വലയമുണ്ടായിരുന്നല്ലോ നേരത്തെ, ആ ശൃംഖിന്റെ സൃഷ്ടാവാരാണ്? ഈ 2 ചോദ്യത്തിന് അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് മടങ്ങുകയല്ലാതെ ശാസ്ത്രത്തിന് നിർവാഹമില്ല. രണ്ടാമത്തെ മറുപടിയിലേക്ക് കടക്കാം. അനന്തമായ ഈ പ്രപഞ്ചം അനാദിയായിരുന്നു. ഇല്ലാത്തൊരു കാലഘട്ടം ഇതിന് കഴിഞ്ഞുപോയിട്ടില്ല. അതേ ശാസ്ത്രം പക്ഷേ ഒരു കാര്യം സമ്മതിക്കുന്നു, ഓരോ സെക്കൻഡിലും പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വലുതായിക്കൊണ്ടിരിക്കുകയാണ്. വികസനം, വലുതാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോ എന്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നുണ്ട്. ഒരു 15 വർഷം കഴിഞ്ഞ് ഞാനിവിടെ പ്രസംഗിക്കാൻ വരുമ്പോ ആ കുട്ടി വികസിച്ചിരിക്കും, വലുതായിരിക്കും. അതേ ആ കുഞ്ഞിന്റെ കൈയിന്റെ നീളം ഇപ്പോൾ 1/2 മീറ്റർ ആണെങ്കിൽ 15 വർഷം കഴിഞ്ഞ് ഞാൻ വരുമ്പോ അത് 1.25 മീറ്ററായി വർദ്ധിച്ചിരിക്കും. എന്താണ് ഒരു വർധനവ് എന്ന് പറയുന്നത്? നേരത്തെ ഈ കുഞ്ഞിന്റെ കൈകളിൽ ഇല്ലായിരുന്ന കുറെ കാൽസ്യങ്ങളും കുറെ പോഷക ഘടകങ്ങളും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്നതിന്റെ ഫലമായിട്ടാണ് കുഞ്ഞിന്റെ കൈ വികസിക്കുന്നതെങ്കിൽ ഈ അനന്തമായ പ്രപഞ്ചം ദൈനംദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ശാസ്ത്രത്തിന് ആ വികസനത്തിന് കളമൊരുക്കും വിധം ഈ പ്രപഞ്ചത്തിലേക്ക് പുറമേ നിന്ന് വസ്തുക്കൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ദൈവത്തിലേക്ക് തിരിച്ചു പോവുകയല്ലാതെ മാർഗമില്ല. മൂന്നാമത്തെ മറുപടി, ഈ അനന്തമായ പ്രപഞ്ചം ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ഗോളമായിരുന്നു. ആ ഗോളത്തിനകത്ത് ശക്തമായൊരു പൊട്ടിത്തെറിയുണ്ടായി. ആ പൊട്ടിത്തെറിയുടെ പരിണാമമായിട്ടാണ് ഈ കാണുന്ന ഭൂമിയും സൂര്യനും ചന്ദ്രനുമൊക്കെ രൂപപ്പെട്ടു വന്നത് എന്ന മറുപടി വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയിട്ടുണ്ട്. ഇന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ, ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം അത് ഒട്ടിപ്പിടിച്ചു നിൽക്കുകയായിരുന്നു. ഫഫത്തഖ്നാഹുമാ, നാം ആണ്
ബിഗ് ബാഗിലൂടെ അത് പൊട്ടിത്തെറിപ്പിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയത് എന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ട് നാം ആ തിയറി അംഗീകരിക്കുന്നു. ശാസ്ത്രം നാളെ അത് തിരുത്തി പറഞ്ഞു എന്ന് വരാം. ശാസ്ത്രം ഇന്ന് പറയുന്നത് നാളെ തിരുത്തി പറയുന്നതാണ്. ശാസ്ത്രത്തിലെ അവസാനത്തെ അഭിപ്രായം അവസാന മനുഷ്യൻ പറയുന്നതാണ്. ശാസ്ത്രത്തിന് ഒരിക്കലും അവസാന സത്യം കണ്ടെത്തുക സാധ്യമല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ അതിലേക്ക് സൂചന നൽകിയത് കൊണ്ട് നാം അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് ആ വലിയ പൊട്ടിത്തെറിക്ക് കാരണമെന്താണ്? അമേരിക്കയിലെ പ്രഗത്ഭരായ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഭൂമി ലോകത്തിൽ 14 കിലോമീറ്റർ താഴേക്ക് ടെസ്റ്റ് ട്യൂബ് ഇറക്കി വെച്ച് ന്യൂട്രോണും പ്രോട്ടോണും തമ്മിൽ സംഘട്ടനമുണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ആദ്യത്തെ സ്ഫോടനമുണ്ടായത്, ബിഗ് ബാഗിന്റെ കാരണമെന്ത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഗോളം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ മറുപടി, ആ ഗോളത്തിന്റെ സിട്ടാവാരി എന്ന മറുപടിക്ക് ദൈവം എന്നല്ലാതെ ശാസ്ത്രത്തിന് മറുപടിയില്ല. ഞാനിവിടെ ചോദിക്കുന്നത്, പ്രപഞ്ചമുണ്ടെന്ന് സമ്മതിക്കുന്നതിന് ആ പ്രപഞ്ചത്തിന്റെ സിട്ടാവിനെ അംഗീകരിക്കുകയല്ലാതെ മാർഗമില്ല. ആ സിട്ടാവിന്റെ സൃഷ്ടികളാണ് ഈ കാണുന്ന നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളായ നാം ഭൗമലോകത്തെ ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് പ്രധാനമായി നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്ന ക്വസ്റ്റ്യൻ. നിങ്ങൾ ഓർത്തു നോക്കൂ, നാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ വസ്തുക്കളും അതിന് വ്യക്തമായ റൂട്ട് ലഭിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അപകടകാരിയായി പരിണമിക്കുന്നത് കാണാം. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഒരു നല്ല ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ ലൈറ്റ് പെട്ടെന്ന് ഓഫായി പോയ സമയത്ത് പെട്ടെന്ന് ഒരു മെഴുകുതിരിക്ക് തീ കൊളുത്താൻ തന്റെ കീശയിൽ കിടക്കുന്ന ഒരു ചെറിയ തീപ്പെട്ടി ഉരസുമ്പോൾ ആ തീപ്പെട്ടി എന്ന് പറയുന്ന ശാസ്ത്രീയ സത്യം സ്വാഭാവികമായും നമുക്ക് ഗുണകരമായി വരുന്നു. അതേ സമയത്ത് ഈ പ്രസംഗത്തോട് വിദ്വേഷം വരുന്ന ഒരു ചെറുപ്പക്കാരൻ സത്യാസത്യങ്ങളിലേക്ക് കടന്നു വരാതെ പെട്ടെന്ന് ഈ പന്തലിന് തീ കൊളുത്തുന്നതിന് വേണ്ടി അതേ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് അപകടകാരിയായി വരുന്നു. ഒരേ സാധനം ഉപയോഗപ്പെടുത്തുന്നതിന്റെ അനുസരിച്ചുകൊണ്ട് അതിന്റെ ഉപയോഗമനുസരിച്ചുകൊണ്ട് ഗുണവും ദോഷവുമായി പരിണമിക്കുന്നു. അതുകൊണ്ട് തന്നെ ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഈ പ്രപഞ്ചത്തിലെ ഉപഭോഗ വസ്തുക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നതിന് വ്യക്തമായൊരു കാറ്റലോഗ് ആവശ്യമാണ്. ആ കാറ്റലോഗ് ആര് നൽകണം? ആ കാറ്റലോഗ് നൽകേണ്ടത് മനുഷ്യനായിരിക്കണം ഒന്നുകിൽ, അല്ലെങ്കിൽ മനുഷ്യേതരനായിരിക്കണം. ഞാൻ ചോദിക്കുന്നു, മനുഷ്യന് കാറ്റലോഗ് നിർമ്മിക്കുന്നുവെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്കും എനിക്കും മനുഷ്യ സമൂഹത്തിലെ ഉന്നതന്മാരെന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം ദൂരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്? ശാസ്ത്രലോകം ഇപ്പോഴും പറയുന്നത് ഒന്നാനാകാശമെന്ന് പറയുന്ന വസ്തുത പോലും ഇല്ലെന്നാണ്. ഇല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചത്തെ മുഴുവനും ഞങ്ങൾ കണ്ടു, പ്രപഞ്ചത്തിന്റെ അവസാന കോട് വരെ ഞങ്ങൾ എത്തി, അവിടെ എവിടെയും നമുക്ക് ആകാശത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ആകാശമില്ലെന്ന് ശാസ്ത്രം പറഞ്ഞാൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. അതേസമയത്ത് ശാസ്ത്രം പറയുന്നത് എന്താണ്? എന്റെ നാട്ടിലേക്ക് മഞ്ചേരിയിലേക്ക് പുറപ്പെടുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം കൊണ്ടൊട്ടി വരെ പോയിട്ട് പറയുന്നത് മഞ്ചേരിയില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. ഇതുപോലെ ശാസ്ത്രം പുതിയ 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 ഗ്രഹങ്ങളെ തേടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒന്നാനാകാശത്തിന്റെ അകത്തുള്ള ഗ്രഹങ്ങളിലേക്ക് പോലും നമ്മുടെ പഠനം എത്തിയിട്ടില്ല. ഇപ്പോഴാണ് ശാസ്ത്രം പറയുന്നത് ആകാശമില്ലെന്ന്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഇന്ന് വളരെ വലിയ പരിമിതികളുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ കാണുന്ന വായുമണ്ഡലത്തിൽ ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ നിങ്ങൾ പഠിച്ചിരിക്കുന്ന വളരെ ഊർജങ്ങളുണ്ട്. ആ ഊർജങ്ങൾക്കിടയിൽ സംഘട്ടനം നടക്കുമ്പോഴാണ് കൊടുങ്കാറ്റടിക്കുന്നത്. ശക്തമായ ഒരു കാറ്റ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു വന്നു. കടൽ കാറ്റ് അനുഭവപ്പെടുന്നവരാണല്ലോ നിങ്ങൾ. ഈ കാണുന്ന പന്തൽ തകർന്നു പോകുന്നു സങ്കല്പിക്കുക. ഇവിടെ വലിയൊരു സംഘട്ടനം വായുമണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് മുന്നിൽ വെച്ചാണ് ആ സംഘട്ടനം നടക്കുന്നത്. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഈ കേസിലെ പ്രതി ആരാണ്? ഓക്സിജനാണോ, ഹൈഡ്രജനാണോ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന ചോദ്യത്തിന്റെ മറുപടി 0 ആണ്. നമ്മുടെ കണ്ണിന് മുന്നിൽ വെച്ച് നടക്കുന്ന ശക്തമായ സംഘട്ടനത്തെക്കുറിച്ച് പോലും അറിയാനും കാണാനുമുള്ള കഴിവ് പ്രബുദ്ധനെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ ഇതുവരെ നേടിയെടുത്തിട്ടില്ല എന്നതാണ് സത്യമെങ്കിൽ, ഞാൻ പറയുന്നത് മനുഷ്യന് പരിമിതനാണ്. ആ പരിമിതമായ അറിവ് കൊണ്ട് അനന്തമായി പ്രപഞ്ചത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ ചലനങ്ങൾക്കിടയിൽ നിന്ന് മനുഷ്യവർഗത്തിന്റെ പുരോഗമന മാർഗരേഖ കണ്ടെത്തുക സാധ്യമല്ല. ഇവിടെയാണ് മനുഷ്യേതരനായ ഒരു സിട്ടാവിന്റെ നിയമത്തെ അനുസരിക്കേണ്ടി വരുന്നത്. ആ നിയമത്തിനാണ് മതം
എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ വളരെ ലളിതമായി അത് പഠിപ്പിച്ചു.